ഹലോ 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 വണക്കം 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 മക്കളെ, വെൽക്കം ടു അമൽസ് അക്കാഡമി. അമൽസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മളിന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? ഒരു പാട്ടിലെ 2 വരികളിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഉണ്ട്. നിങ്ങളെല്ലാവരും കേട്ടാണല്ലോ. ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി. ബാക്കി എനിക്കറിയില്ല, ബാക്കി നമുക്ക് ആവശ്യമുള്ള ആ ലൈൻ നോക്കാം അല്ലേ? എന്താണ് ആ ലൈൻ? ഒരു സെക്കൻഡ്, എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ. അയ്യോ, പണിപാളി. ഇല്ല. ലഘുനമ സാധാരണ ഗുണിതം ഉത്തമ സാധാരണ ഘടകം, ഇങ്ങനെ എന്തോ ആണ് മക്കളെ. തൽക്കാലം നമുക്ക് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇത്രയും ഷോയുടെ ആവശ്യമൊന്നും ഇല്ല. എന്ത് LCM ഉം HCF ഉം എന്താണ് മക്കളെ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഇതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് LCM HCF അല്ലേ? നമ്മളതിൻ്റെ ബേസിക്സ് തൊട്ട് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കി പഠിക്കാൻ പോവുകയാണ്. എന്താണ് LCM, എന്താണ് HCF? ചുമ്മാ ഇങ്ങനെ പെട്ടി വരച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതിലുപരി എന്താണ് ആ നമ്പേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് നമ്മൾ അറിയണ്ടേ? ഇപ്പം അറിയാം. എന്താണ് LCM എന്നാണ് ആദ്യം പറയാം. അല്ല, LCM കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം. എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ? അതിന്റെ അർത്ഥം എന്താണ്? നോക്കാം. ഞാൻ 2 നമ്പർ എഴുതി മക്കളെ, 3ഉം 8ഉം. ഈ 3ന്റെയും 8ന്റെയും LCM കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ കില്ലാടികൾ എന്ത് കണ്ടുപിടിച്ചു? 24 ആണ് LCM എന്ന് കണ്ടുപിടിച്ചു. LCM എത്രയാണ്? 24. എന്നാൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ 3ന്റെയും 8ന്റെയും എന്താണ് 24? LCM ആണ്. എങ്ങനെ വന്നു? എന്താണ് ആ റിലേഷൻ? എന്താണ് ആ ലോജിക്ക്? എന്താണ്? നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഇപ്പം തരാം. മക്കളെ, LCM എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ 2 നമ്പേഴ്സിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഞാൻ കണ്ടുപിടിക്കേണ്ടത് ആദ്യം എന്താണ്? ഇതിന്റെ ടേബിൾ ഞാൻ എഴുതാം. ഈ നമ്പറിന്റെ ടേബിൾ എഴുതാം. എന്താണ്? 3, 6, 9, 12, 15, പിന്നെ എന്താണ്? 18, 21, 24. ഓക്കെ. ഇനി അടുത്ത 8ന്റെ ടേബിൾ എഴുതാണ്. 16, 24, 32, അങ്ങനെ അങ്ങ് പോകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ മക്കളെ, ഈ 2 ടേബിളിലും ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് വന്ന നമ്പർ ഏതാണ്? 24. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് LCM 24 വന്നത് എന്നത്? അതായത് നാക്കൊന്നും തീരുന്നില്ല. അതായത് 24 ആണെന്ത്? ഈ 2 നമ്പേഴ്സിന്റെയും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. ഈ 2ന്റെയും ടേബിൾ എടുത്താൽ ഏറ്റവും ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണ് എന്ത്? LCM. ഓക്കെ, ഇതാണ് എന്ത് മക്കളെ? LCM. ഇനി ഞാൻ വേറെ നമ്പേഴ്സ് എടുക്കുകയാണ്. 3ഉം 4ഉം. ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? 3ന്റെ ടേബിൾ എഴുതി. 6, 9, 12, 15. 4ന്റെ ടേബിൾ എഴുതി. 8, 12, 16. മക്കളെ മതി. എന്താണ് ഇതിനകത്ത്? എന്ത് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ഏതാണ് ഇതിനകത്ത്? ഫസ്റ്റ് വരുന്നത് 12 അല്ലേ? അപ്പൊ ഈ 2 നമ്പേഴ്സിന്റെ LCM എന്താണ് മക്കളെ? LCM എന്താണ്? 12 ആണ്. ഓക്കെ. നമുക്ക് ഇങ്ങനെ ടേബിളൊക്കെ എഴുതി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ? എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് സമയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് വെറൈറ്റി ട്രിക്സ് പഠിച്ചാലോ? ഷാൽ വി ലേൺ സം വെറൈറ്റി ട്രിക്സ് ആൻഡ് ടിപ്സ്? നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ മക്കളെ, ഒരു നമ്പർ തരാം. ഇതാണ് നമുക്ക് അങ്ങോട്ട് എല്ലാം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ട്രിക്ക്. ഇതാണ് 4ഉം 6ഉം. ഓക്കെ. ഈ 2 നമ്പേഴ്സിന്റെ LCM എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇതിനകത്ത് വലിയ നമ്പർ ഏതാണ്? 6 ആണ്. ആണല്ലോ. 4ന്റെ ടേബിളിൽ 6 ഉണ്ടോ? ഇല്ല. 4ന്റെ ടേബിളിൽ 6 ഇല്ലേ? ഇല്ല. ഇത് 6 × 1 അല്ലേ 6? ഇനി 6 × 2 നോക്കുക. 6 × 2 എത്രയാണ്? 12. 4ന്റെ ടേബിളിൽ 12 ഉണ്ടോ? ഉണ്ട്. അപ്പൊ LCM എത്ര മക്കളെ? LCM എത്ര? 12. ഇനി വേറെ ക്വസ്റ്റ്യൻ എടുക്കാം. 8ഉം 12ഉം. സിമ്പിൾ ആണ്. 8ന്റെ ടേബിൾ 12 ഉണ്ടോ? ഇല്ല. അപ്പൊ 12 × 2 ചെയ്തു 24. 8ന്റെ ടേബിൾ 24 ഉണ്ടോ? ഉണ്ട്. അപ്പൊ LCM എത്ര? 24 അല്ലേ? ഇനി 3ഉം 4ഉം. വലിയ നമ്പർ ഏതാ? 4. 3ന്റെ ടേബിളിൽ 4 ഉണ്ടോ? ഇല്ല.
ഡബിൾ എടുത്തു 8. 3ന്റെ ടേബിളിൽ 8 ഉണ്ടോ? ഇല്ല. വീണ്ടും അടുത്ത 4 into 3 എടുത്തു. 4 into 3 12. 3ന്റെ ടേബിൾ 12 ഉണ്ടോ? ഉണ്ട്. അപ്പൊ LCM എത്ര? LCM എത്ര? 12. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് 3 നമ്പർ വെച്ച് ചെയ്താലോ? ത്രികോണ നമ്പർ വെച്ച് ചെയ്താലോ? I mean 3 numbers. 4, 6, 8. വാവ്, നൈസ് നമ്പേഴ്സ്. മക്കളെ എങ്ങനെ കണ്ടുപിടിക്കും അല്ലയ്യ? എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞതുപോലെ എന്ത് വലിയ നമ്പർ ഏതാണ്? 8 ആണ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ ടേബിളിൽ 8 ഉണ്ടോ? ഇല്ല. 8 into 2 എടുക്കുക. എത്ര? 16. ഈ രണ്ട് നമ്പേഴ്സിന്റെ ടേബിളിൽ 16 ഉണ്ടോ? ഇല്ല. 8 into 3 എടുക്കുക. 24. ഈ രണ്ട് നമ്പറിന്റെ ടേബിളിൽ 24 ഉണ്ടോ? ഉണ്ട്. അപ്പൊ LCM എത്ര? LCM എത്ര? LCM എത്ര മക്കളെ? 24. നിങ്ങളിത് ഞാനിപ്പോ പറയുന്നതുകൊണ്ടാണ് എന്ത് ഇങ്ങനെ എഴുതി പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാലോചിച്ചൂടെ? 8ന്റെ ടേബിൾ 16 പോകത്തില്ല, 24 പോകും. ഓക്കെ, LCM 24. എത്ര സെക്കൻഡ് എടുത്തു? വെരി സിമ്പിൾ, റൈറ്റ്? വെരി സിമ്പിൾ. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്താലും 12, 15, 20. ഓക്കെ, 12, 15, 20 മക്കളെ. സിമ്പിൾ മെത്തേഡ്. 12ന്റെ 15ന്റെ ടേബിൾ 20 ഉണ്ടോ? ഇല്ല. അപ്പൊ 20 into 2 എത്ര? 40. 12ന്റെ 15ന്റെ ടേബിൾ 40 ഉണ്ടോ? ഇല്ല. ഓക്കെ, 12 into 3 60. 12ന്റെ 15ന്റെ ടേബിൾ 60 ഉണ്ടോ? ഉണ്ട്. അപ്പൊ LCM എത്ര മക്കളെ? LCM എത്ര? 60. സിമ്പിൾ അല്ലേ? ആണ്. അതെ, എനിക്കറിയാം. ഇനി കുറച്ചുകൂടെ എന്ത് സിംപ്ലിഫൈ ചെയ്താലോ? നമുക്ക് ഈ പ്രോസസ് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താലോ? വേണ്ട, ഈ നമ്പേഴ്സിനെ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ഈ നമ്പേഴ്സിനെ കണ്ടുടനെ എനിക്ക് എന്ത് സ്പോട്ട് ചെയ്യാൻ പറ്റി? ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ നമ്പേഴ്സിൽ പറ്റിയില്ല. ഓക്കെ, നമുക്ക് എന്ത് ഈ നമ്പേഴ്സ് ചെയ്യാം. ഇത് കുറച്ച് പാട് കുറഞ്ഞതായി. ഇപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ലിറ്റിൽ ബിറ്റ് ടഫർ ക്വസ്റ്റ്യൻ. ഈ 3 നമ്പേഴ്സിന്റെ എന്ത് LCM കണ്ടുപിടിക്കണം. ഞാൻ എന്ത് 24ന്റെ ടേബിൾ ഇങ്ങനെ ഡബിൾ എടുത്ത് പോകുന്ന ഇത്തിരി പാടല്ലേ കുഞ്ഞെ? പാടല്ലേ? ഞാൻ വേറൊരു കാര്യം ഒബ്സർവ് ചെയ്തു. എനിക്ക് ഈ നമ്പേഴ്സിനെ എല്ലാം എന്ത് കട്ട് ചെയ്യാം ഇല്ലേ? ഏത് വെച്ച് കട്ട് ചെയ്യാം? 3 വെച്ച് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തൂടെ? 4, 6, 8. 4, 6, 8. ഞാൻ ഏത് വെച്ചാൽ കട്ട് ചെയ്ത് 3 വെച്ച് അല്ലേ? അപ്പൊ ഞാൻ ഈ 3 into നമ്മൾ എഴുതി വെക്കും. ഇനി 4, 6, 8 മക്കളെ. ആടാ പാവിങ്ങളെ, 6 വെച്ച് കട്ട് ചെയ്തൂടെ? 2, 3, 4 അല്ലേ? കട്ട് ചെയ്തൂടെ? ഇനി 2ന്റെയും 3ന്റെയും 4ന്റെയും എന്ത് LCM കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പമല്ലേ? എത്രയാണ്? 12 അല്ലേ? 6 into 12 എത്ര? 72 ആണ് മക്കളെ LCM. എന്ത്? 72 ആണ് LCM. വളരെ സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. 18, 36, 72. ഈ നമ്പറിന്റെ LCM കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കാം. ഇപ്പൊ ഇതെല്ലാം 18ന്റെ മൾട്ടിപ്പിൾസ് ആണ്. പക്ഷെ എന്ത് നമുക്ക് ആ ഐഡിയ മനസ്സിൽ വരണമെന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് വരുന്ന അത്രയും വന്നാൽ മതി. 9 വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലേ? 9 2s are 18, 9 4s are 36, 8 9s are 72. അപ്പൊ ഞാൻ 9 into ഇവിടെ എഴുതി. ഇനി 2ന്റെയും 4ന്റെയും 8ന്റെയും LCM എത്ര? 8 തന്നെയല്ലേ? 2ന്റെ ടേബിളിലും 8 ഉണ്ട്, 4ന്റെ ടേബിളിലും 8 ഉണ്ട്. അപ്പൊ എത്ര? 8. 8 9s are എത്ര? 72. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? പൊളിയല്ലേ? അല്ലേ? ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. എന്ത്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഈ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഞാൻ 3 നമ്പർ എഴുതി. ഇത് നമുക്ക് LCM HCF ഒരുമിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആവും. 8, 12, 36. ഓക്കെ, ഇതിന്റെ എന്ത് LCM കണ്ടുപിടിക്കണം. ഞാൻ ഈ 8നെ എന്താക്കുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അതായത് ഇതിനെനിക്ക് 8നെ എങ്ങനെ എഴുതാം? 2 into 2 into 2 എന്ന് എഴുതാം അല്ലേ? 12നെ എങ്ങനെ എഴുതാം? 2 into പിന്നെ 6 ആണല്ലോ. 6നെ എങ്ങനെ എഴുതാം? 2 into 3 എന്ന് എഴുതാം അല്ലേ? ഇനി 36നെ എങ്ങനെ എഴുതാം? 2 into 18 ആണ് 36. 18നെ എങ്ങനെ എഴുതാം? 2 into 9 എന്ന് എഴുതാം. 9നെ എങ്ങനെ എഴുതാം? 3 into 3 എന്ന് എഴുതാം
അല്ലേ അല്ലേ? ഇനി ഇതിനൊക്കെ ഞാൻ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയത് ഇതെന്താണ് 2 ക്യൂബ് ആണ് അല്ലേ? ഇതെന്താണ് 2 സ്ക്വയർ ഇൻറ്റു 3 അല്ലേടാ മക്കളെ? ആണ്. ഇതെന്താണ് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ അല്ലേ? അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ഇതിൽ നിന്ന് എനിക്ക് വളരെ എളുപ്പത്തിൽ LCM കണ്ടുപിടിക്കാം. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോളൂ. ഇതിൽ ഉള്ള നമ്പേഴ്സ് ഓരോന്നായിട്ട് എടുക്കാം. 2ന്റെ ഏറ്റവും വലിയ പവർ ഏതാ? 2 ക്യൂബ് അല്ലേ? 2 ക്യൂബ് എഴുതി ഇൻറ്റു. ഇനി അടുത്ത നമ്പർ ഏതാ? 3ന്റെ ഏറ്റവും വലിയ പവർ ഏതാ? 3 സ്ക്വയർ എഴുതി. രണ്ടും കൂടെ ചെയ്യുക. 8 ഇൻറ്റു 9 8 9 72. ഇതാണ് LCM. 72 ആണ് LCM. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ റൈറ്റ്? യാ ഐ നോ. ഒരു ദിവസം കൂടെ ചെയ്താലോ? ഷാൽ വി ഡു 4? വേണ്ട, 4 വേണ്ട. എത്ര? 8 27 പറ്റത്തില്ല. 9 27 81. ഓക്കെ, ഇതിപ്പം LCM 81 തന്നെ കിട്ടും. എന്നാലും നമുക്കത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് എനിക്ക് എല്ലാത്തിനും എന്ത് വെച്ച് കട്ട് ചെയ്യാം? 9 വെച്ച് കട്ട് ചെയ്യാം. ഇത് 1, ഇത് 3, ഇത് 9 അല്ലേ? അപ്പം ഞാൻ 9 വെച്ചല്ലേ കട്ട് ചെയ്തത്? 9 ഇൻറ്റു പിന്നെ ഇപ്പം ഇതിപ്പോൾ 27 ഇൻറ്റു 3 ആണ് 81 എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിലുള്ള മെത്തേഡാണ് പറയുന്നത്. 1ന്റെ 3ന്റെയും LCM എത്രയാണ്? 9 തന്നെയാണ് അല്ലേ? 9 ഇൻറ്റു 9 എത്ര? 81. വളരെ സിമ്പിൾ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? എളുപ്പമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പറഞ്ഞു. പിന്നെ ഈ കട്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? വാവ്, നൈസ്. പ്രൈം ഫാക്ടറൈസേഷൻ അടുത്തൊരു ഇത് പറയാം. 12 49 81. ഓക്കെ, LCM കണ്ടുപിടിക്കണം. ഇതെന്താണ്? 2 ഇൻറ്റു 3. ഇതെന്താണ്? 7 ഇൻറ്റു 7. ഇതെന്താണ്? 9 ഇൻറ്റു 9 ആണ്. ഒരു 9 എത്രയാണ്? 3 സ്ക്വയർ ആണ് അല്ലേ? 3 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. 3 സ്ക്വയറിൻ്റെ 3 സ്ക്വയർ എത്രയാണ്? 3⁴ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ LCM എങ്ങനെ കണ്ടുപിടിക്കും? ഇത് എത്രയാണ്? 2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. ഇതെത്രയാണ്? 7 സ്ക്വയർ ആണ്. ഇതെത്രയാണ്? 3⁴ ആണ്. എല്ലാ നമ്പേഴ്സിൻ്റെ ഏറ്റവും കൂടുതലുള്ള പവർ എടുക്കുക. 2ന്റെ ഏറ്റവും കൂടുതൽ പവർ എത്ര? 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു 3⁴. LCM കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെത്ര? 4 49 ഇൻറ്റു 81. 4 ഇൻറ്റു 49 ഇൻറ്റു 81 അല്ലേ? വാവ്, ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ടി വരും അല്ലേ? 4 ഇൻറ്റു 49 ഇൻറ്റു 81 എത്രയാണ്? നമുക്കിവിടെ ചെയ്യാം. 196 അല്ലേ? 196 ഇൻറ്റു 81 ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ 196 ഇവിടെ എഴുതാം. 196 ഇൻറ്റു 8 എത്ര? അയ്യോ, അല്ലേ? അപ്പോൾ എത്ര? 1568. 15680. പിന്നെ ആൻസർ എത്ര വരും? 15876 അല്ലേ? 15876. ഇതാണോ ഉത്തരം? ലെറ്റ്സ് വെരിഫൈ. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 196 ഇൻറ്റു 81 ഇൻറ്റു 81 15876. കില്ലാടി അല്ലേ? എനിക്ക് അപ്പോഴേ അറിയാം. ഓക്കെ, അപ്പോൾ LCM എത്ര കിട്ടി? 15876 അല്ലേ? ഇതിൻ്റെ LCM എത്രയാണ്? 15876 അല്ലേ? ഇതിപ്പോൾ നിങ്ങൾ അല്ലാതെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കാൽക്കുലേറ്റ് ചെയ്ത് പോയിന്റ് വന്നേനെ. ഇതിപ്പോൾ കാൽക്കുലേഷൻ കുറഞ്ഞൊന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ വേഗത്തിൽ ചെയ്യാൻ അറിയാമെങ്കിൽ ഇതുപോലെ വേഗത്തിൽ ചെയ്യാൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അമൽസ് അക്കാഡമിയുടെ മാത്സ് സ്പീഡ് ബൂസ്റ്റർ സീരീസ് ചേരണം. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ്. അടുത്ത നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മക്കളെ? വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് HCF. എന്താണ്? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? HCF. എന്താണ് HCF? രണ്ട് നമ്പേഴ്സ് 4 12. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ജോലി എന്താണ്?
ഈ 4ന്റെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കുക. 4ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും? 1 × 4, 2 × 2, ഇതല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടോ? എൻ്റെ അറിവിലില്ല. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 4 അതല്ലേ ഉള്ളൂ. 1ഉം 2ഉം 4ഉം അല്ലേ? 2 ഓൾറെഡി എഴുതി ആണല്ലോ. ഇനി 12 എങ്ങനെയാണ്? 1 × 12 സിമ്പിൾ ആണ്. 2 × 6 സിമ്പിൾ ആണ്. 3 × 4 സിമ്പിൾ ആണ്. ഇനി വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 6. സോറി, 4നെ നമ്മൾ മറക്കുമോ? അങ്ങനെ മറക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? 1, 2, 3, 4, 6, 12 അല്ലേ? ഇതിനകത്ത് ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ കുട്ടി? പറയാ. കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ 4 അല്ലേ? അപ്പൊ HCF എന്താണ് മക്കളെ? HCF എന്താണ് മക്കളെ? 4 അല്ലേ? 4 അല്ലേ? സിമ്പിൾ അല്ലേ? പൊളിയല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? എന്താ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാ? 3ഉം 4ഉം. ഓക്കെ, 3ന്റെ ഫാക്ടേഴ്സ് എന്താ? 1 × 3 മാത്രമല്ലേ ഉള്ളൂ. വേറെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടുമോ? ഇല്ല. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 3ഉം. ഇനി 4 എന്തൊക്കെ ചെയ്താൽ കിട്ടും? 1 × 4, 2 × 2. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4. മക്കളെ, ഇതിൽ രണ്ടിലും ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? രണ്ടിലും 1 അല്ലേ? HCF എത്ര? 1 അല്ലേ? അപ്പം HCF എത്രയാണ്? 1 അല്ലേ? സിമ്പിൾ അല്ലേ? അടിപൊളി അല്ലേ? ആണോ? HCF കണ്ടുപിടിക്കാൻ മനസ്സിലായേ? സിമ്പിൾ ആണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ എങ്ങനെ HCF വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാം? ഇപ്പൊ ഞാൻ 6, 8, 12 എഴുതി. പിന്നെ 6ന്റെ എത്രയാണ്? 2 × 3. 8ന്റെ എത്രയാണ്? 2³ 12ന്റെ എത്രയാണ്? 2² × 3 അല്ലേ? 2 × 3 6, 2³ 8, 2² 4 × 3 എത്ര? 12. സിമ്പിൾ ആണ്. ഇനി HCF കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിനെ മാത്രമേ എടുക്കാൻ പറ്റൂ. 2 എല്ലാത്തിലും കോമൺ ആണ്. ഇനി 2ന്റെ പവർ നോക്കണം. 2⁻1 ആണ് ഇവിടെ 2³ ഉണ്ട്. ഓക്കെ, ഇവിടെ 2² ഉള്ളൂ. അപ്പൊ 2² എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ 2 ഉള്ളൂ. 2³ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ രണ്ടിടത്തും 2³ ഇല്ല. അപ്പൊ ഏറ്റവും എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു 2 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ HCF എന്താ? 2 × അപ്പൊ 2ന്റെ കാര്യം നമ്മൾ നോക്കി. 3 ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? 3 ഉണ്ടോ? ഇല്ല. അപ്പൊ വെറും 2 മാത്രമാണ് HCF എത്രയാണ്? വെറും 2 മാത്രമാണ്. നമുക്ക് LCM HCF കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരൊറ്റ സാധനം ചെയ്താൽ HCFും LCM വളരെ വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാം. ഇത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇല്ലേ? കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? അറിയാം. ഓക്കെ, അടുത്ത എന്താണ്? ഇതിൽ നിന്ന് HCF കണ്ടുപിടിക്കാൻ പഠിച്ചു, LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഏറ്റവും സ്മോളസ്റ്റ് അടുത്തൊരു മെത്തേഡാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അടുത്ത മെത്തേഡ്. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഏറ്റവും സ്മോളസ്റ്റ് ഡിഫറൻസ് ഏതിനാന്ന് നോക്കാം. ഓക്കെ, ഏതിനാണ്? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും മൾട്ടിപ്പിൾ അല്ല, ഫാക്ടർ ആയിരിക്കും HCF എന്ന് പറയുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ഡിഫറൻസിന്റെ ഫാക്ടർ ആയിരിക്കും HCF എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ആണ്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, നമുക്ക് HCF കണ്ടുപിടിക്കാം. ആ ഡിഫറൻസ് മെത്തേഡ് നോക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 8. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് ഡിഫറൻസ് എത്ര? 4 ആണ്. 4ന്റെ ഫാക്ടർ ആയിരിക്കും 1 × 4 അല്ലെങ്കിൽ എത്ര? 2 × 2. ഇവിടുത്തെ HCF എത്ര? നമ്മൾ എങ്ങനെ നോക്കും? 4 വെച്ച് എല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 4, 8, 12. അപ്പൊ HCF എത്ര? 4 അല്ലേ?
ഇങ്ങനെ നമ്പേഴ്സ് 1 2 4 നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് അത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഏറ്റവും വലിയ നമ്പറിന് ഡിവൈഡ് ചെയ്ത് തുടങ്ങുക. എല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് അതാണ് HCF. വളരെ സിമ്പിൾ അല്ലേ, ഹമ്പിൾ അല്ലേ, അടിപൊളി മെത്തേഡ് അല്ലേ. ഇനി നോർമൽ HCFന്റെ ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. അതെന്ത് പ്രത്യേകിച്ച് ട്രിക്സ് ഒന്നുമില്ല, അത് നമ്മൾ ചെയ്യാൻ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഈ HCFന്റെയും LCMന്റെയും കുറച്ച് ബേസിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യുക. അപ്പൊ ഇതുവരെ പഠിപ്പിച്ചത് എന്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, എളുപ്പമുള്ള കുറച്ച് മെത്തേഡ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് താങ്ക് യു സോ മച്ച്, ബൈ ബൈ, സൈനിങ് ഓഫ് അമൽസ് അക്കാഡമി.